ഹൃദയപൂർവം അമ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. രക്ഷകന്റെ അമ്മയാകുവാൻ മറിയം നൽകിയ സമ്മതവും തുടർന്ന് ഏറ്റെടുത്ത ത്യാഗങ്ങളുമാണ് അവളുടെ ഉള്ളിൽ ഈശോ രൂപപ്പെടുവാൻ ഇടയാക്കിയത്. മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ രൂപം പ്രാപിച്ചപ്പോൾ തലമുറകളാൽ പ്രകീർത്തിക്കപ്പെടുവാൻ തക്ക ഭാഗ്യമുള്ളവളായി അവൾ മാറി. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഭാഗ്യമുള്ളതാക്കി മാറ്റുന്നത്. ഈശോ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാണ്. അത് നിത്യം നിലനിൽക്കുന്നതാണ്. എന്തെന്നാൽ തിരുവചനം ഇപ്രകാരം പറയുന്നു: നന്മയുടെ സ്മരണ എന്നും അനശ്വരമായിരിക്കും, ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു. അതിനാൽ തുടർന്നുള്ള നമ്മുടെ ജീവിതം ഈശോയാൽ നിറയപ്പെട്ടതാകട്ടെ. ഈശോ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ഈശോയാൽ നിറയപ്പെടുവാനായി ഇന്നേ ദിനം മുഴുവൻ നമുക്ക് പരിശ്രമിക്കാം. 5 പരസ്നേഹ പ്രവർത്തികളിലൂടെ മറിയത്തെ പോലെ നിത്യം നിലനിൽക്കുന്ന ഭാഗ്യം സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.